ഹായ് കൂട്ടുകാരെ, അമ്മായിയമ്മ മരുമകളെ തയ്യൽ പഠിപ്പിക്കാൻ അടുത്തുള്ള പെൺകുട്ടിയോട് പറയുന്നു. അവൾ വന്നൊരു തയ്യൽ പഠിപ്പിയിട്ടുണ്ട്, കാണേണ്ട സംഭവമാണ്. ഇതാണ് മരുമകൾ മഞ്ജു. ഈ ബ്ലൗസിലും അമ്മായിമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. അപ്പോഴത്തേക്കും അമ്മായിമ്മ ബ്ലൗസ് തട്ടിപ്പറിക്കും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ ഇതുവരെ തയ്ക്കാൻ പഠിച്ചില്ലേ, എത്ര എണ്ണമായി തയ്ക്കാൻ തുടങ്ങിയിട്ട്, എന്നാണ് ഇനി പഠിക്കുക? അതമ്മേ, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നല്ലേ പഠിക്കാൻ തുടങ്ങിയത്. വെറുതെ കുറേ തുണി വേസ്റ്റാക്കി, അല്ലാതെ വേറൊന്നും നടന്നില്ല. പിന്നെ രാത്രി ആയിട്ടോ, അപ്പോൾ ഇവരെല്ലാം ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അമ്മായിമ്മയ്ക്ക് കൊടുക്കുമ്പോൾ പറയും, നീ തയ്ക്കാൻ പഠിച്ചോ, എൻ്റെ ബ്ലൗസിൻ്റെ കാര്യം എന്തായി? അമ്മയ്ക്ക് എപ്പോഴും ഇത് മാത്രമേ പറയാനുള്ളൂ, അവൾ പഠിക്കും, സമയമെടുക്കും. ഇനി എന്നാണ്? മഞ്ജു, അമ്മ പറയുന്ന കാര്യമൊക്കെ ഉണ്ട്, എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്, ഞാൻ കടയിൽ പോയിട്ട് ഒരു ബ്ലൗസ് മേടിക്കാം, എന്നിട്ട് നീ അടിച്ചതെന്ന് പറഞ്ഞാൽ മതി. അത് ശരിയാകില്ല, അമ്മ എങ്ങാനും പറഞ്ഞാൽ എനിക്കിവിടെ ജീവിക്കേണ്ടതല്ലേ. പിന്നെ പിറ്റേ ദിവസം അമ്മ അടുത്ത വീട്ടിൽ പിങ്കിയില്ലേ, അവളോട് പറഞ്ഞ് മഞ്ജുവിനെ തയ്യൽ പഠിപ്പിക്കാൻ പറഞ്ഞാലോ, അതൊക്കെ ശരിയാകുമോ അമ്മ, അവൾക്കെന്തായാലും കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും, അതൊന്നും സാരമില്ല. നീ എന്തേലും ചെയ്യ്, എൻ്റെ മരുമോൾ എങ്ങനെയും പഠിച്ചാൽ മതി എന്ന് പറയും. മഞ്ജു അടുത്ത തുണിയെടുത്ത് പരീക്ഷണം തുടങ്ങിയിട്ടാ, തയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് പിങ്കി വരും. ചേച്ചി ഞാൻ വന്നിട്ടാ, ചേച്ചിയെ ഞാൻ എന്താ പഠിപ്പിക്കേണ്ടേ, ബ്ലൗസ് തയ്ക്കാനോ അതോ ഊരാനോ? പിങ്കി ലേശം ഇളക്കമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. ചേച്ചി ആദ്യം തന്നെ നമുക്ക് അളവെടുക്കാനാണ് പഠിക്കേണ്ടത്. എവിടെ ടേപ്പ്, എവിടെ, ഞാൻ അളവെടുക്കാൻ പഠിപ്പിക്കാം. അപ്പോൾ ടേപ്പ് ഉള്ളിലാന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ചെന്നു കേട്ടോ. ടേപ്പൊക്കെ കിട്ടി. ചേച്ചി ഞാൻ അളവെടുക്കാൻ പഠിപ്പിക്കാം, ആദ്യം ചേച്ചിയുടെ അളവ് ഞാൻ എടുപ്പിക്കാം. ചേച്ചി എന്തൊരു വലിപ്പമാണ്. അങ്ങനെ പിങ്കി അളവെടുക്കാനൊക്കെ പഠിപ്പിക്കുന്നു. അതിനുശേഷം തുണി വെട്ടാൻ പഠിപ്പിക്കുകയാണ്. ചേച്ചി ഇതാ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ചേച്ചി പഠിച്ചില്ലേ, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യുക, ചേച്ചി എൻ്റെ അളവൊന്നും എടുക്കുക എന്ന് പറഞ്ഞ് പിങ്കി അങ്ങ് നിന്ന് കൊടുക്കും. ചേച്ചിയാണെങ്കിൽ ഞങ്ങൾ അളവെടുക്കാൻ തുടങ്ങിയില്ലേ, അളവെടുക്കുകയാണോ അതോ വേറെന്തെങ്കിലുമൊക്കെ എടുക്കുകയാണോ എന്നറിയില്ല. അപ്പോഴത്തേക്ക് അമ്മയും വരും. മോളെ പിങ്കി, നിന്നെ അമ്മ വിളിക്കുന്നു എന്ന് പറയും. അപ്പോഴത്തേക്ക് ഇവർ ചെറുതായിട്ടൊന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. ശരി ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി പോകും. അടുത്ത ദിവസം സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. പക്ഷേ പിങ്കിയുടെ ശ്രദ്ധ മൊത്തം വേറെ പല സംഭവങ്ങളിലും കാര്യങ്ങളിലൊക്കെയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ജുവും പിങ്കിയുടെ വഴിക്കായി കേട്ടോ. പിന്നെ ഇവർ ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിൽ ചെന്നിട്ട് ചെറുതായിട്ട് പണികൾ തുടങ്ങുമ്പോഴത്തേക്കും പിങ്കിന്ന് അമ്മായിമ്മ വിളിക്കും. അപ്പോഴത്തേക്കും പിങ്കി പുറത്തു വരുമ്പോൾ പറയും, മോളെ നിൻ്റെ അമ്മ അന്വേഷിക്കുന്നു, നീ വേഗം അങ്ങോട്ട് ചെല്ലാൻ പറയും. അങ്ങനെ ബ്ലൗസിൻ്റെ പണി കഴിഞ്ഞിട്ടാ. അത് കഴിഞ്ഞ് ഇവരാണെങ്കിൽ ഇവരുടെ പണിയിലേക്ക് കിടക്കുകയാണ്. അപ്പോഴത്തേക്കും മഞ്ജുവിൻ്റെ ഹസ്ബൻഡ് വരും. ഇവനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കഥകിലോടെ നോക്കുമ്പോഴത്തേക്കും ആ സംഭവം കണ്ട് ഞെട്ടും കേട്ടോ. എന്ന് വെച്ചാൽ അതുപോലുള്ള പണികളാണ് ഉള്ളിൽ നടക്കുന്നത്. ഇവനാണെങ്കിൽ എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകും കേട്ടോ. ശല്യം ചെയ്യണ്ടെന്ന് വിചാരിക്കും. വൈകിട്ട് ഇതിനെപ്പറ്റി ചോദിക്കാമെന്ന് വിചാരിക്കും. അതിനുശേഷം വൈകുന്നേരം ആയിട്ടാ. ഇവൻ ചോദിക്കും, എങ്ങനെ പോകുന്നു പിങ്കിയുടെ പഠിപ്പിലൊക്കെ, ബ്ലൗസൊക്കെ തയ്ച്ച് കഴിഞ്ഞോ? പിങ്കി അടിപൊളിയായിട്ട് പഠിപ്പിച്ചു. അമ്മായിയമ്മയ്ക്ക് ബ്ലൗസൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ പിറ്റേ ദിവസമായ ഇവനാണെങ്കിൽ ഇന്നലെ വന്ന പോലെ തന്നെ ഇടയ്ക്ക് കയറി വരുവാണ്. ഇന്നലത്തെ പഠിപ്പിൽ എന്തെങ്കിലും കാണാമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ വന്നപ്പോൾ ചമ്മിപ്പോയിട്ടാ, ഒന്നുമില്ല, ഇന്നൊന്നും നടന്നില്ല. അപ്പോൾ ഇവൻ മഞ്ജുവിൻ്റെ അടുത്ത് എന്ന് ചോദിക്കും, ഇന്നെന്താ പിങ്കി വന്നില്ലേ? ഇന്ന് അവൾ വന്നില്ല, അവൾക്ക് എന്താ സുഖമില്ല എന്ന് പറയും. നിങ്ങളെന്താ നേരത്തെ വന്നേ? ഞാൻ വെറുതെ വന്നാന്ന് പറയും. എന്നിട്ട് പിന്നെ പോകും കേട്ടോ. ആകെ ഒരു നിരാശയായി. പിന്നെ അന്ന് രാത്രിയാണ്. മഞ്ജു, പിങ്കി നാളെ വരുമോ? നീ പറ അവളോട് വരാൻ. ഞാൻ പറയാം, എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ പതിവ് പോലെ പിറ്റേ ദിവസം വന്നു കേട്ടോ. അപ്പോഴും മഞ്ജു ഒറ്റയ്ക്കിരുന്ന് തയ്ക്കുകയാണ്. നിങ്ങളെന്താ ഇന്ന് നേരത്തെ വന്നു? ഇന്നും പിങ്കി വന്നില്ലേ? ഇന്നെന്താണ് അവൾ വരാത്തത്? അവൾക്ക് എന്തോ കുറച്ച് വർക്കുണ്ട്, അതുകൊണ്ടാന്ന് പറയും. പിന്നെ അന്ന് രാത്രി കാണിക്കുകയാണ്. നീ ഇപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, അന്ന് നിങ്ങൾ തയ്ച്ചില്ലേ, ആ തയ്ക്കലും പഠിക്കാനൊക്കെ ഞാൻ കുറച്ച് കണ്ടായിരുന്നു. നീ നാളെ ഒരു കാര്യം ചെയ്യും, പിങ്കിയെ വിളിച്ച് കൊണ്ടുവന്നിട്ട് അതുപോലെ ഒന്നുകൂടെ പഠിക്കുക, എനിക്കതൊക്കെ ഒന്ന് കാണണം, എൻ്റെ ആഗ്രഹമല്ലേ, നീ ഒന്ന് സാധിച്ചു തരാൻ പറയും. അതുപോലെ പിറ്റേ ദിവസം മഞ്ജു ആണെങ്കിൽ പിങ്കി ആയിട്ട് വരും കേട്ടോ. അപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ റൂമിൽ വരും. എന്നിട്ട് പറയും, ഞാനിവിടെ ഇരിക്കാം, നിങ്ങൾ പഠിക്കുക, എനിക്കതൊന്ന് കാണണമെന്ന് പറയും. ഗൈസ്, ഇതിൻ്റെ ബാക്കി നാളെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ